വിജയ് സൂപ്പറും പൗർണമിയിൽ രണ്ടുപേരും മറ്റേ പെണ്ണ് കാണാൻ വേണ്ടി പോയോ രണ്ടുപേരും മുറിക്കകത്ത് പൂട്ടിപ്പോകുന്നു. അവിടെ നമ്മൾ ആലോചിക്കുകയാണ്, താഴെ ഇത്രയും പേരില്ലേ, അവര് ഏണിയൊക്കെ വെച്ച് തുറന്ന് കയറി അടിച്ചു പൊളിച്ച് അങ്ങനെ ഒരു ടീം വർക്ക് ചെയ്ത ഈ സിനിമയ്ക്ക് സ്കോപ്പില്ല. നമ്മൾ എന്തെങ്കിലും ഒന്ന് പ്രൂവ് ചെയ്യുന്നത് വരെ നമുക്ക് ബഡ്ജറ്റ് ഒരു വലിയ വിഷയമാണ്. നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും കുഴപ്പമുള്ളായിരുന്നല്ല. നമ്മൾ വലിയ മണിരത്നമായി കഴിയുമ്പോൾ എത്ര കോടി പറഞ്ഞാലും സ്പെൻഡ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും. നമ്മളിലേക്ക് വന്നിട്ട് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാതെ പിന്നീട് തിയേറ്ററിൽ വമ്പൻ ഹിറ്റ് അടിച്ച സിനിമകൾ കിട്ടും. നിങ്ങൾ പേര് വയ്ക്കരുത്, പറയാത്ത വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല. എപ്പോഴും ഈ തംസ് അപ്പ് ഇടുന്നവരുടെ കൂട്ടത്തിൽ തന്നെ തംസ് ഡൗൺ ആവുകയാണ്. നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മൾ കഷ്ടപ്പെട്ട് ഒരു പുതിയ കാര്യം പറഞ്ഞ് ഞാനത് വാങ്ങിച്ചു കൊടുക്കുന്ന കാര്യമില്ല. അതിന്റെ അടിയിൽ ഊറുണ്ട്, നന്നായിടാ നീ ചെയ്യാൻ. ജസ്റ്റ് ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. ഈ മോഹൻകുമാർ വരെയുള്ള ഒരു സിനിമകളുണ്ടല്ലോ, അതിലെല്ലാത്തിലും നായികമാരെടുത്ത് നോക്കിയാൽ അവരെല്ലാം ഫസ്റ്റ് ലെറ്റർ ഏലാണ്. അത് അങ്ങനെ ഒരു അത് ആ സിനിമ ഇറങ്ങിയപ്പോ ഏതൊരു ഓൺലൈൻ മീഡിയക്കാരൻ ചോദിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് അങ്ങനെ സംഭവം ഉണ്ടോ. അങ്ങനെയൊക്കെ നോക്കി ജീവിക്കാൻ പറ്റില്ല. അല്ല, അത് ബ്രേക്ക് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ നിമിഷം വരുമ്പോഴാണ് മീൻസ് ഇന്നലെ നിമിഷം സജയം വരും. അതെ അതെ അതെ. പക്ഷെ അപ്പോഴും കുറെ പേര് പറഞ്ഞു അപ്പുറത്ത് ആന്റണി പെപ്പർ ഉണ്ടായിരുന്നു, ആന്റണി ഡബിൾ എ അപ്പുറത്തുണ്ടായിരുന്നു എന്നുള്ളത്. ചുമ്മാ രസകരമായ കാര്യങ്ങളായിട്ട് മാത്രമേ നമ്മൾ എപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഒന്നുമില്ലല്ലോ, അതിനകത്ത് ഒരു കഥയില്ലാത്ത കാര്യമാണ്. ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ത്രില്ലർ ജോണർ എടുക്കുമ്പോൾ ഓരോ മിനിറ്റ് അല്ലെങ്കിൽ ഇത്ര സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് ഒരു ട്വിസ്റ്റോ അല്ലെങ്കിൽ ആൾക്കാരെ ഹുക്ക് ചെയ്യുന്ന ഒരു സംഭവം ഈ സിനിമയിൽ ഉണ്ടായിരുന്നു, തലവനിലുണ്ട്. നമ്മളതൊക്കെ തന്നെയാണ് പിടിച്ചിരുത്തുന്നത്. എന്തെന്നുള്ള ചോദ്യം. ഫീൽ ഗുഡ് നോക്കുമ്പോഴത്തേക്കും ഓരോ 10 സെക്കൻഡ് കഴിയുമ്പോഴും നമ്മൾ റിഫ്രഷിങ് ആയിക്കൊണ്ടിരിക്കണം. ഈ പ്രോസസ് ഓഫ് റൈറ്റിംഗ് ഉണ്ട്, ഈ രണ്ടും ഡിഫറെൻ്റ് ആണെന്ന് തോന്നുന്നു. അതെങ്ങനെയാണ് ഡയറക്ടർ എന്ന രീതിയിൽ അല്ലെങ്കിൽ റൈറ്റർ എന്ന രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നത്? നമ്മൾ എഴുതാനായിട്ട് സമയം എടുക്കുന്ന എപ്പോഴും ഇപ്പൊ നമുക്ക് 10 ദിവസം കൊണ്ട് ഒരു സിനിമ എഴുതാം, 3 മാസം എടുത്ത് എഴുതാം. അതിൽ ഈ 3 മാസം എടുത്ത് എഴുതുമ്പോൾ ഒരു മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു സംഗതി നടന്നു, ഒരു ക്രൈം നടന്നു, ഇമ്മീഡിയറ്റ്ലി അടുത്തടുത്ത സീനുകൾ ഇതായിരിക്കും എന്ന് പ്രേക്ഷകന് തോന്നുന്ന ചില സീൻസ് ഉണ്ടാവും. നമ്മൾ ഇതുവരെ കണ്ട് ശീലിച്ചതോ വായിച്ച് ശീലിച്ചതോ ആയിട്ടുള്ള സിനിമകളിലെ പുസ്തകങ്ങളിലൊക്കെ നമ്മൾ ശീലിച്ചിരിക്കുന്നു. ഒരു ക്രൈം നടന്നു, സ്വാഭാവികമായി അടുത്ത സീൻ ഇതായിരിക്കും, അതിന്റെ അടുത്ത സീൻ ഇതായിരിക്കും, അതിന്റെ അടുത്ത സീൻ ഇതായിരിക്കും. ഈ 3 സീനും പ്രേക്ഷകന്റെ മനസ്സിൽ ഓൾറെഡി വന്നു കഴിഞ്ഞു. നമ്മളിത് കഷ്ടപ്പെട്ട് ചെയ്യാൻ പോകണ്ട. മനസ്സിലായോ? അത് ചെയ്യാൻ പോകണ്ട. അതിനകത്തേക്ക് വേറെ കുറെ ഇൻവെസ്റ്റ് ചെയ്യണ്ട. അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രധാനപ്പെട്ട സംഗതിയിലേക്ക് വരുമ്പോൾ വലിയും. അപ്പൊ അതിനെ വെറുതെ പ്രതിപാദിച്ചു പോയാൽ മതി. ആൾക്കാർക്ക് അറിയാം, കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമുക്ക് അറിയാം ഇതൊക്കെ നടന്നിട്ടുണ്ടെന്നുള്ളത്. നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള 4ാമത്തെ സീൻ എന്താണോ അതിലായിരിക്കണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതാണ് നിങ്ങളിപ്പോൾ ചോദിച്ചതിന്റെ ഉത്തരം. അങ്ങനെ ഇപ്പോൾ എന്റെ ഫീൽ ഗുഡ് സിനിമ കാണുമ്പോഴും ഇത് കാണുമ്പോഴും ഓരോ 5 മിനിറ്റിൽ എന്തെങ്കിലും സംഭവിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ ആവശ്യമില്ലാത്ത ഇടയിലുള്ള സംഗതികൾക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യാൻ പറ്റില്ല. ഒൺലി മാറ്റർ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. അത് 100% എനിക്ക് സന്തോഷത്തോടെ പറയാൻ സാധിക്കുന്നത് ഇപ്പൊ ഏറ്റവും പുതിയ തലവനിലാണ്. അത്രയേറെ സെക്കൻഡ് ഹാഫിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ട് നേരെ അതിനുശേഷം മാറ്റർ മാത്രമേ പറഞ്ഞു പോയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് 110 സീനുണ്ട്. 110 എന്റെ മറ്റുള്ള സിനിമകൾക്കൊക്കെ 80 സീനിൽ താഴെയുള്ളൂ. സൺഡേ ഹോളിഡേ, വിജയ് സൂപ്പറൊക്കെ 80 സീനുള്ളൂ. അവിടെ 30 സീൻ കൂടുതലാണ് തലവൻ. പക്ഷെ മറ്റേ 2 സിനിമയെക്കാളും ഡ്യൂറേഷൻ കുറവ് തലവനാണ്. സൺഡേ ഹോളിഡേ 2 മണിക്കൂർ 27 മിനിറ്റ് ഉണ്ട്. വിജയ് സൂപ്പറും പറഞ്ഞത് 2:17, ഇത് 2:12 ഉണ്ട്. പക്ഷെ സീൻസ് 30 സീൻ കൂടുതലാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ എന്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു റിഫ്ലക്ട് ചെയ്യുന്ന ഇങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഫീൽ ഗുഡ് എഴുതുന്നത് ശരിക്കും ആ ഒരു മൂഡിൽ നിന്നാണ്. എങ്ങനെയാണത്? ഫീൽ ഗുഡ് എനിക്കൊണ്ട് എഴുതിയെടുക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരിപാടി ഫീൽ ഗുഡാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ മലയാളത്തിലെ ഡയറക്ടേഴ്സ് നോക്കിയാൽ ഇവിടെ ബാക്ക്ഔട്ട് ആലോചിക്കുമ്പോൾ അത് മാത്രം പെർട്ടിക്കുലർലി ചെയ്തുകൊണ്ടിരുന്ന സംവിധായകർ കുറവാണ്. അല്ലെ, സത്യനന്ദിക്കാർ സാറുണ്ട്, അല്ലെങ്കിൽ ബാലേന്ദ്ര മേനോൻ സാറുണ്ട്, സിബി മലയിൽ സാറുണ്ട്, ഒരു പരിധി വരെ ഫാസിൽ സാറുണ്ട്. ഇതിനപ്പുറത്തേക്ക് നമുക്ക് മറ്റേ ജോണറുകളെല്ലാം കൈകാര്യം ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇല്ല, ഇവരെ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് ഇനി ഉണ്ടാവാതിരിക്കട്ടെ. ഇപ്പൊ താഴെ ഇത് കഴിയുമ്പോൾ കമന്റിലേക്ക് ഇതെന്താണോ മറന്നുപോയത് എന്ന് പറഞ്ഞുകൊണ്ട് ചീത്ത വിളിക്കുന്നത്. നമ്മളിപ്പോ ഇവിടെ ഇരിക്കുമ്പോൾ ഓർമ്മ വരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ. അപ്പൊ അതുകൊണ്ട് ഫീൽ ഗുഡ് ചെയ്തെടുക്കാനും എഴുതിയെടുക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. അത് വലിപ്പിച്ചെടുക്കാൻ കഴിയും. കാരണം
അത് കണ്ടന്റിൽ തന്നെ ഗുണം. മറ്റേ കുറ്റാന്വേഷണ കഥയുടെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സാധനത്തില് നമുക്ക് നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട് ഇത് ആരാണ്. മറ്റേതിൽ അങ്ങനെ ഒരു സാധനം ഇല്ലല്ലോ, ആരാണെന്നുള്ള സംഗതി ഇല്ലല്ലോ. ഈ ഫ്രഷ് എപ്പിസോഡ്സിലൂടെ കൊണ്ടുപോകാന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലേ. ഇപ്പൊ വിജയ് സൂപ്പറും പൗർണമിയിൽ രണ്ടുപേരും മറ്റേ പെണ്ണ് കാണാൻ വേണ്ടി പോയവൻ രണ്ടുപേരും മുറിക്കകത്ത് കൂട്ടിപ്പോകുന്നു. അവിടെ നമ്മൾ ആലോചിക്കുകയാണ്, താഴെ 2-3 പേരില്ലേ, അവർ ഏണിയൊക്കെ വെച്ച് തുറന്ന് കയറി അടിച്ചു പൊളിച്ച് അങ്ങനെ ഒരു ടീം വർക്ക് ചെയ്ത ഈ സിനിമയ്ക്ക് സ്കോപ്പില്ല. പിന്നെ ഈ സിനിമ എന്ന കാര്യമില്ലല്ലോ അല്ലേ. അല്ല സ്വാഭാവികമായിട്ട് ഇപ്പൊ ഞങ്ങളൊക്കെ അങ്ങനെയല്ലേ ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒന്നുമില്ല. അപ്പൊ അത് അങ്ങനെ തോന്നിപ്പിക്കാതിരിക്കാന്നുള്ളതാണ്. സിനിമ കാണുന്ന മെജോറിറ്റി ഓഫ് ഓഡിയൻസ് അങ്ങനെ ചിന്തിക്കാതെ നമ്മൾ എന്താണോ എഴുതി വെച്ചത് അതിന്റെ കൂടെ മാത്രം പോകുക എന്നുള്ളത്. അതാ ഞാൻ പറഞ്ഞത്, അത് വലിയ പണിപ്പെട്ട് ചെയ്യേണ്ട പരിപാടിയാണ്. ശരിക്കും സമയമെടുത്ത് എഴുതേണ്ട പരിപാടി ഓരോ ഫീൽ ഗുഡ്സ് അറിയാം. ഈ വിജയ് സൂപ്പറും പൗർണമിയുടെ കാര്യം മെൻഷൻ ചെയ്തുകൊണ്ടാണ് ശരിക്കും ഇതിന്റെ ഞാൻ കേട്ടൊരു കഥയാണ്, എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. ശരിക്കും പെല്ലിച്ചൂപ്പിളു എന്ന് പറഞ്ഞൊരു സിനിമ ഇങ്ങോട്ടേക്ക് ഡബ് ചെയ്യാൻ വേണ്ടി ചെന്ന് കയറുന്ന സമയത്ത് തൃശ്ശൂരുള്ള ചേട്ടനുമായിട്ട് പ്രൊഡ്യൂസർ പേര് കൊടുത്തു, അദ്ദേഹമാണ് പറഞ്ഞത്, ലൈക്ക് അദ്ദേഹത്തിന്റെ സംസാരത്തിലാണ് പറഞ്ഞത് ഇതിനകത്തൊരു മലയാളത്തിലേക്ക് ഒരു സിനിമയുണ്ട്, അപ്പൊ ഇതിനെ വേറൊരു അഡാപ്റ്റേഷൻ എന്നുള്ള രീതിയിലേക്ക് കാണാമെന്നുള്ളത്. അതെപ്പോഴും ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. കാരണം ഇത് അവിടെയും എന്നെ ആസിഫിനെ വിളിച്ച സിനിമ കാണിച്ചിട്ട് ഇതിനകത്ത് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ, ഒരു മലയാള സിനിമ ആക്കാനുള്ള സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോ ഇമ്മീഡിയറ്റ്ലി ആസിഫ് എന്നോട് പറഞ്ഞത് നമ്മൾ അങ്ങനെ റീമേക്ക് ചെയ്ത പടങ്ങളൊക്കെ ഇവിടെ പൊളിഞ്ഞിട്ടേ ഉള്ളൂ. റിസ്ക് ഉണ്ട്, അപൂർവം പടങ്ങൾ ഓടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയ പടങ്ങൾ പലതും വിജയിച്ചിട്ടുണ്ട്. മറ്റ് ഭാഷകളിൽ നിന്ന് ഇവിടെ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പടങ്ങളല്ലേ പറഞ്ഞത്, സൗത്ത് ഇന്ത്യൻ ഭാഷകളിൽ നിന്ന് ഇങ്ങോട്ടെടുത്ത പടങ്ങൾ ഞാൻ ഒന്നിന്റെ പേര് പറയുന്നില്ല, അത് ഇവിടെ ഉദ്ദേശിച്ച രീതിയിലൊന്നും വർക്കൗട്ട് ആയിട്ടില്ല. മറ്റെല്ലാ ഭാഷയിലും വർക്കൗട്ട് ആയിട്ട് കേരളത്തിൽ വർക്കൗട്ട്. അതിന്റെ കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ അങ്ങനെ സീൻ ടു സീൻ കോപ്പി ചെയ്തിട്ട് കാര്യമില്ല. ഇവിടുത്തെ ഓഡിയൻസ് തന്നെ ടോട്ടലാണ് വ്യത്യാസമുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആസിഫിനോട് പറഞ്ഞത് നമുക്കൊരു ചലഞ്ചായിട്ട് എടുക്കാം, ഇവിടുത്തെ നേറ്റീവിന് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് ആ രീതിക്ക് മാറ്റി എഴുതി നോക്കാം. അങ്ങനെയാണ് ഈ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ അവർ ആ ഫുഡ് കോർട്ടിന്റെ പശ്ചാത്തലമുണ്ട്, അവിടെ വന്നിരുന്ന് പാട്ട് പാടാം, അത് ബ്രാൻഡ് ചെയ്തിരിക്കുന്നൊരു വണ്ടിയാണ്. തൊട്ടപ്പുറത്തെ വീട്ടില് മരിക്കാറായി കിടക്കുന്ന ഒരു മുത്തശ്ശിയുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്. അങ്ങനെ അതിലില്ലാത്ത ഈ പറയുന്ന നായകന്റെ കൂട്ടുകാർക്ക് ഒരു ബയോഡാറ്റ വേണം. എന്തിനാണ് സ്ത്രീധനം മേടിക്കുന്നത്, അതിനൊരു കഥയുണ്ടാവണം. അതിന് ഇവന്റെ കുടുംബവും അച്ഛനും എന്താണെന്ന് പറയണം. ഇതൊന്നും അതിലവർ വർക്ക് ചെയ്തിട്ടില്ല. കാരണം അവർക്ക് അതിനെ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ അവിടെ ഓക്കെയാണ്. നമുക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് അത്തരം കാര്യങ്ങൾ നമുക്ക് കുറച്ചും കൂടെ മലയാളികൾ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഇത്രയും കൂട്ടം വിഭവങ്ങളോടെ സദ്യ കഴിക്കുന്ന ആൾക്കാരല്ലേ, അതിനകത്ത് നമ്മളിങ്ങനെ കുറച്ചുകൂടെ അതിൽ കോംപ്രമൈസ് ചെയ്യരുത് തോന്നി. ജിസ്റ്റേട്ടന്റെ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷൻ എങ്ങനെയാണ്? ഇപ്പൊ നമ്മൾ ഫീൽ ഗുഡ് മൂവീസ് ഉണ്ട്. ആദ്യത്തെ സിനിമ ബൈസൈക്കിൾ തീസ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫീൽ ഗുഡ് പാറ്റേൺ പോയിട്ട് അവിടെ നിന്ന് പാറ്റേൺ ചേഞ്ച് ചെയ്ത് ശരിക്കും ഇന്നലെ വരെ എന്നുള്ള സിനിമയിൽ നിന്നാണ്. അതിനുശേഷം തലവൻ വന്നു. അപ്പം ഫീൽ ഗുഡ് ഈ ഇപ്പൊ ത്രില്ലറായി എങ്ങനെയാണ് ഓരോ സ്ക്രിപ്റ്റുകളും ഓരോ കഥകളും ചൂസ് ചെയ്യുന്ന രീതി എങ്ങനെ? ഒന്നുമില്ല, ഞാനിപ്പോ സാധാരണ ഒരു സിനിമ കഴിഞ്ഞിട്ട് ബ്ലാങ്ക് ആയിട്ട് മനസ്സിൽ വെക്കാറേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ കുറേ കഥകൾ കേൾക്കും, ചിലപ്പോൾ കുറേ സിനിമകൾ കാണും, വായിക്കും. എന്തെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് തന്നെ ഏതെങ്കിലും കഥ വരണം. അതല്ല ഇപ്പൊ ഇന്നലെ വരെയൊക്കെ അങ്ങനെ വന്ന സിനിമയാണ്. ഇന്നലെ വരെയും ലോക്ക്ഡൌൺ പീരീഡിൽ നടക്കുന്ന ഒരു കുഞ്ചാക്കോ ബോബന്റെ ഫോൺ കോളിൽ നിന്ന് ഉണ്ടായ ഒരു കഥയാണ്, മനസ്സിലായി. അതല്ലാത്ത കഥകൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഇന്ന സിനിമ തന്നെ വേണമെന്നില്ല. ഇപ്പൊ എന്നോട് ചോദിച്ചപ്പോൾ ഭയങ്കര ആക്ഷൻ തുടങ്ങി 15 ഇടികളുടെ പടം ചെയ്യാൻ പറഞ്ഞാൽ എനിക്കറിയില്ല, ഞാനത് എൻജോയ് ചെയ്യത്തില്ല. അതിനകത്തൊരു കഥയുണ്ടാവണം. ഒരു കഥയുണ്ടാണ്, ആ കഥയ്ക്ക് റിലവൻ്റ് ആയിട്ടുള്ള ആക്ഷൻ സീനുകൾ നമുക്ക് എടുക്കാം. വേറെ അതിനുള്ള എക്യുപ്മെന്റ്സ് നമുക്കുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള സിനിമാറ്റോഗ്രാഫേഴ്സിന്റെ പരിചയമുണ്ട്, ആർട്ട് ഡയറക്ടേഴ്സിന്റെ പരിചയമുണ്ട്, എല്ലാം അറിയാം. പക്ഷെ അങ്ങനെ ഒരു സോൾഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആ കഥയ്ക്കകത്ത് ഉണ്ടാവണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് മാത്രമേ നോക്കാറുള്ളൂ. നമ്മളിത് കഥ കേൾക്കുമ്പോൾ നമ്മൾ എൻഗേജ്ഡ് ആയിരുന്നോ? ചിലർ വന്ന് കഥ പറയുമ്പോഴേ നമുക്ക് നമ്മൾ ഭയങ്കരമായിട്ട് എൻഗേജ്ഡ് ആയി പോകും കഥയിൽ. അങ്ങനെ തോന്നിയിട്ടുള്ള കഥകളുണ്ട്. അങ്ങനെ നമ്മൾ നമ്മളിലേക്ക് വന്നിട്ട് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാതെ പിന്നീട് തിയേറ്ററിൽ വമ്പൻ ഹിറ്റ് അടിച്ച സിനിമകളൊക്കെ ഉണ്ട്. നിങ്ങൾ പേര് വയ്ക്കരുത്, അല്ല അതുകൊണ്ടല്ല ഞാൻ പറയാത്ത വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല. എപ്പോഴും ഈ തംസ് അപ്പ് ഇടുന്നവരുടെ കൂട്ടത്തിൽ തന്നെ തംസ് ഡൗൺ നമുക്ക് തന്നെ ആവശ്യമില്ല. നമ്മൾ കഷ്ടപ്പെട്ട് ഒരു പുതിയ കാര്യം പറഞ്ഞ് ഞാനത് വാങ്ങിച്ചു കൊടുക്കുന്ന കാര്യമില്ല. അതിന്റെ അടിയിൽ ഊറുണ്ട് നന്നായിടാ നീ ചെയ്യാതിരുന്നത്, ഞാൻ വായിക്കുന്ന കേട്ടോ ഒക്കെ, നീ നന്നായി ചെയ്യാതിരുന്നു, നീ നന്നായി ആ പടം ഹിറ്റ് ഇതിനായിരിക്കണം. അതുകൊണ്ട് പേര് കാരണം വേറെ ഡയറക്ടറെ ചെയ്ത പോയ പടങ്ങൾ അങ്ങനെ നമുക്ക് സംഭവിക്കാറുണ്ടെന്ന് പറയണം.
ഒളിഞ്ഞുപോയ പടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ സൈഡിൽ കൂടെ ഒളിഞ്ഞുപോയ പടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, വിജയിച്ച സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആയ പടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താ പറയുക, സിനിമയിൽ ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം നടക്കില്ലല്ലോ. നമുക്കിപ്പോൾ ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തിലോ 1.5 വർഷത്തിലോ ഒരു സിനിമയാണ് ചെയ്യാൻ പറ്റുക. അത് നമുക്ക് ആ സമയത്ത് തോന്നുന്ന ഏറ്റവും നല്ലൊരു സ്ക്രിപ്റ്റ് എടുക്കുക, ചെയ്യുക എന്നുള്ളതാണ്. വർക്കൗട്ട് ആവോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഇന്നൊരു കഥ കമ്മിറ്റ് ചെയ്തു, ഇത് പുറത്തു വരാൻ പോകുന്ന എപ്പോഴാണ്? മിനിമം 7 മാസം കഴിഞ്ഞിട്ടാണ്, 7-8 മാസം കഴിഞ്ഞിട്ട് പുറത്തു വരുന്നത്. സോ ഇത് കണക്കൊരു സിനിമ വേറൊരുത്തരം പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം? ഇപ്പൊ തമിഴില് ഇതുപോലത്തെ ഒരു സംഭവം പ്ലാൻ ചെയ്ത് ആ സിനിമ വന്ന് വമ്പൻ ഹിറ്റ് അടിക്കുന്നു, നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ ആൾക്കാർ പറയും നിങ്ങൾ മറ്റേന്ന് കോപ്പി അടിച്ചെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഇതൊരു സിനിമ വിജയിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു കൈവിട്ട കളിയാന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ചില ആൾക്കാർ നിശ്ചിതമായിട്ട് വിമർശിക്കുന്ന കാണുമ്പോൾ അത് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങി പറയുന്നവരായിക്കോട്ടെ അല്ല ആയിക്കോട്ടെ, അതായത് സിനിമ ഇറങ്ങി അപ്പം തന്നെ വിമർശിക്കണം. ഒരുപാട് പേരുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, ടൈം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, മണി ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, മനസ്സിലായി. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ കുറച്ചും കൂടെ ഒക്കെ ബെറ്റർ ആവണം നമ്മുടെ ഇൻഡസ്ട്രി എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആരെയും ഇപ്പൊ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കണ്ട ആളോട് അഭിപ്രായം പറയുന്നൊന്നും പറയാൻ പറ്റില്ല, അതൊന്നും പറയാൻ പറ്റില്ല. അതിലത്തെ സ്വാതന്ത്ര്യമാണ്. നമ്മുടെ ഇപ്പോൾ ഒരുപാട് പുതിയ സംവിധായകർ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളിൽ തന്നെ പലരും സംവിധായകർ ചെയ്യാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ എങ്ങനെ വേണം ഒരു സിനിമ ഒന്ന് ക്രാഫ്റ്റ് ചെയ്യാനായിട്ട്? കാരണം അതിനകത്ത് ഇപ്പൊ നമ്മൾ മെയിനായിട്ട് ഇപ്പൊ ആർട്ടിസ്റ്റുകളെ നോക്കുന്നു, കഥ നോക്കുന്നു, അതിൻ്റെ ഒരു നമ്മുടെ ടെക്നിക്കൽ സ്കില്ല് കാണിക്കാൻ നോക്കുന്നു. പക്ഷെ ഇതിനെല്ലാം അപ്പുറത്ത് ബാക്കിൽ ഒരു പ്രൊഡ്യൂസർ ഉണ്ട്. അപ്പൊ ആ പ്രൊഡ്യൂസറിന്റെ ഒരു ആംഗിളിൽ നിന്ന് സംസാരിച്ചൊരു വ്യക്തി എന്നുള്ള രീതിയിൽ എങ്ങനെയായിരിക്കണം ഒരു സിനിമയ്ക്ക് ഒരു ബേസിക് പരിപാടി പ്ലാൻ ചെയ്യുന്നത്? അല്ല, അത് ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ എന്ത് തരം കഥ പറഞ്ഞാലും ആദ്യം ഒരു ഡയറക്ടർ ചെയ്യേണ്ടത് ആ കഥ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും നന്നായിട്ട് അയാളുടെ കഴിവിനനുസരിച്ച് പറയാൻ പറ്റുന്ന രീതിയിൽ. ഇപ്പൊ നമ്മൾ ഒരു ബുക്ക് വായിക്കുകയാണെങ്കിൽ, നോവൽ വായിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ 5 പേരുണ്ട്. ഈ 5 പേർക്കും 5 വിഷ്വലായിരിക്കും. ഇപ്പൊ നായകനെ കുറിച്ച് ഇപ്പൊ ഈ നോവൽ വായിക്കുമ്പോൾ രവിയാണ് നായകൻ. രവിയെ കുറിച്ച് ചിലപ്പോൾ രവി നിങ്ങളെ പോലെ ഇരിക്കും, ഇദ്ദേഹത്തിന്റെ മനസ്സിൽ രവി ഇദ്ദേഹത്തെ പോലെ ആയിരിക്കും, എന്റെ മനസ്സിൽ നിങ്ങളെ പോലെ ആയിരിക്കും. ഓരോരുത്തർക്കും കഥാപാത്രങ്ങളുടെ രൂപം വ്യത്യാസം ഉണ്ടാവും, പശ്ചാത്തലം വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്താണോ മനസ്സിലായത്, ഡയറക്ടർക്ക് ഒരാളായിട്ട് ചിന്തിക്കാൻ പറ്റുള്ളൂ. നമുക്ക് മനസ്സിലായത് ഏറ്റവും ഭംഗിയായിട്ട് പറയുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. രണ്ടാമത്തെ പരിപാടി, ഇതിനു വേണ്ടി പണം മുടക്കുന്ന ആൾ അയാൾ നമ്മളാണെങ്കിൽ എന്ന് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു പരിപാടി അതാണ്. ഇത് വേറൊരാളായിട്ട് കാണാറില്ല. ഈ പണം മുടക്കുന്ന ആള് ഞാൻ തന്നെയാണ് എന്ന് കരുതുമ്പോൾ ഉള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ വേണ്ടടുത്ത് റെയിൽവേ സ്റ്റേഷൻ വേണ്ടി വരും അല്ലേ? പക്ഷെ ഈ സിനിമയുടെ ടോട്ടൽ ബജറ്റിനകത്ത് അത് നിൽക്കൂലെങ്കിൽ പിന്നെ എങ്ങനെ റെയിൽവേ സ്റ്റേഷനെ മാറ്റി എന്താക്കിയാലാണ് ഇതിന്റെ സോള് കളയാതെ ഇത് പറയാൻ പറ്റുക എന്ന് ആലോചിക്കണം. കാരണം നമ്മൾ എന്തെങ്കിലും ഒന്ന് പ്രൂവ് ചെയ്യുന്നവരെ നമുക്ക് ബജറ്റ് ഒരു വലിയ വിഷയമാണ്. നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ലായിരുന്നല്ല. നമ്മൾ വലിയ മണിരത്നമായി കഴിയുമ്പോൾ എത്ര കോടി പറഞ്ഞാലും സ്പെൻഡ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും. നമ്മളാരും കുറ്റം പറയില്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒന്ന് ആവുന്നവരെ ഇൻഡസ്ട്രിയിൽ നമുക്കൊരു കാരണം ഒരു സിനിമ കഴിഞ്ഞ് അടുത്ത സിനിമ നമുക്ക് വേണ്ടേ? അത് വേണമെങ്കിൽ പണം മുടക്കാൻ പറ്റിയ ഒരാൾക്ക് നമ്മളുടെ മേലെ ട്രസ്റ്റ് ഉണ്ടാവണം. ഇയാൾ നമ്മൾ കാശ് മുടക്കിയാൽ ആ കാശ് തിരിച്ച് കിട്ടാൻ പ്രാപ്തം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ സിനിമ പറഞ്ഞ ബജറ്റിനുള്ളിൽ തീർക്കാൻ റെഡി ആയിട്ടുള്ള ഒരാളാണെന്നുള്ളത് അത് എല്ലാവർക്കും വേണം. ഞാൻ പറഞ്ഞത് എല്ലാ ഡയറക്ടേഴ്സും, നമ്മൾ ഈ പറയുന്ന നമ്മൾ കൈയടിച്ചിട്ടുള്ള എല്ലാ ഡയറക്ടേഴ്സിനും ആ ക്വാളിറ്റി ഉണ്ടായിരുന്നു. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കും. നമ്മൾ ഈ പറയുന്ന ലാൽജു സാറിനായിക്കോട്ടെ, അല്ലെങ്കിൽ സിബി മലയാളി സാറിനായിക്കോട്ടെ, നമ്മൾ പറഞ്ഞ ഫാസിൽ സാറിനോ സത്യനന്ദിക്കാട് സാർ, ഇവരെ കുറിച്ചൊക്കെ അവരുടെ പടങ്ങൾ ചെയ്ത ആൾക്കാരോട് ചോദിച്ചു നോക്കും. അവർക്കൊക്കെ ആ ക്വാളിറ്റി ഉണ്ടായിരുന്നു. ജിസ്യോയ് എന്ന ഡയറക്ടർ അതിനു മുന്നേ ആക്ടർ ആകാൻ ഒരുപാട് ആഗ്രഹിച്ച ആളാണെന്ന് അറിയാം. സോ അതെന്നാണ് ഈ ഡയറക്ഷനിലേക്ക് തിരിഞ്ഞതും ആക്ടർ ഒരു കോണിൽ ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ മാറും ആക്ടിങ്. ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാ ഒട്ടുമിക്ക പേരും സിനിമയിലേക്ക് വരുന്നത് അഭിനയിക്കാനുള്ള കുറെ ആളുകൾ, എല്ലാവരും എന്ന് പറയുന്നില്ല, അങ്ങനെയാണ്. അപ്പം നമ്മളും അങ്ങനെ തന്നെ വന്നപ്പോൾ പക്ഷെ ഡബിങ്ങിലേക്ക് പോയി. ഡബിങ്ങിൽ തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത അത്ര തിരക്കായിട്ട് കുറെ വർഷങ്ങൾ അങ്ങനെ അങ്ങ് പോയി. നമുക്ക് അതിന്റെ പുറകെ ഈ ആക്ട് ചെയ്യാൻ നടക്കുമ്പോൾ ഒരു സംഭവം എന്ന് വെച്ചാലേ, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് വരെ പ്രത്യേകിച്ച് നമുക്ക് ഇൻകം ഒന്നും ഉണ്ടാവില്ല. നമ്മളിപ്പോ ഞാൻ എറണാകുളത്ത് നിൽക്കുന്ന ആഡ് ഫിലിം പോലത്തെ ഒരു പരിപാടിയിൽ നിൽക്കുന്ന ഒരാളാണ്. ഞാൻ ഒത്തിരി പേരെ കാണുന്നതാണ്, ഒത്തിരി മെസ്സേജുകൾ വരുന്നതാണ്. എപ്പോഴും റെഗുലറായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന മെസ്സേജ്, സാറേ നടന്ന് മടുത്തു, 20 വർഷമായി, 15 വർഷമായി. ഇത് സ്ഥിരം ഞാൻ വെറുതെ ഇൻസ്റ്റാഗ്രാം എടുത്ത് കാണാൻ പറ്റും ഈ സെയിം മെസ്സേജുകൾ. പക്ഷെ ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഈ അഭിനയിക്കാൻ നടക്കുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പ്രൂവ് ചെയ്യുന്നത് വരെ നമുക്ക് ഇൻകം ഉണ്ടാവില്ലല്ലോ. അത്
ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുള്ളത് എന്തെങ്കിലും ഒരു ജോലിയും കൂടെ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്. സിനിമയ്ക്ക് എപ്പോഴും അഭിനയം മാത്രമല്ല, സിനിമയ്ക്ക് എപ്പോഴും നമുക്ക് സിനിമയല്ലാതെ മറ്റൊരു ഇൻകം കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിസർവ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സിനിമ നിങ്ങൾക്ക് തരും. സിനിമ മാത്രമേ നിങ്ങളുടെ ജീവിതോപാധിയായിട്ടുള്ളെങ്കിൽ നിങ്ങൾ 10 രൂപ കിട്ടേണ്ട ആളാണെങ്കിൽ നിങ്ങൾക്ക് 2 രൂപ കിട്ടുള്ളൂ. അത് ഞാൻ മലയാള സിനിമയിലല്ല പറയുന്നത്, സിനിമ അങ്ങനെയാണ്, ഏത് ഭാഷയിലുള്ള സിനിമ എങ്ങനെയാണ്. നമുക്കിത് കൂടാതെ വേറൊരു ജോലിയോ കാര്യങ്ങളോ വേറൊരു ജീവിത മാർഗം ഉണ്ടെങ്കിൽ ബാക്കി എല്ലാം സ്പീഡായിട്ട് കിടക്കും. അതെന്താണ് ശരിക്കും അങ്ങനെ മാറി ഡയറക്ഷൻ തന്നെ നമ്മൾ പിടിച്ചത്? അല്ല, കുറെ കൂടെ എന്താ പറയാ, നമ്മള് എന്താ പറയാ, എല്ലാവർക്കും ആക്ടേഴ്സ് ആകാനായിട്ട് പറ്റണം. നമ്മൾ ആഗ്രഹിക്കാം, നമുക്ക് പറ്റിയ കഥാപാത്രങ്ങൾ വരണം, അത് വിജയിക്കണം, കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഈ സംവിധാനത്തിലേക്ക് ഞാൻ വളരെ, പ്രത്യേകിച്ച് സിനിമാ സംവിധാനത്തിലേക്ക്, ഫിലിം കുറേ നടന്നതിന് ശേഷമാണ് സിനിമാ സംവിധാനം ഞാൻ വളരെ യാദൃശ്ചികമായിട്ട് വന്നതല്ലേ. ഒരു കഥ കിട്ടി, ആ കഥ എഴുതി നോക്കി, അത് എഴുതി കഴിഞ്ഞ് ആസിഫിനോട് പറഞ്ഞു, കുറെ ആൾക്കാരോട് പറഞ്ഞു, ആസിഫിനത് വർക്കായി. അങ്ങനെ യാദൃശ്ചികമായിട്ട് വന്നതാണ്. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടില്ലല്ലോ, അസോസിയേറ്റ് ആയിട്ടില്ല, അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അസോസിയേറ്റ് ഡയറക്ടറൊക്കെ ഇരുന്ന് ചാർട്ട് ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാണ്. എന്നോട് ചെയ്യാൻ പറഞ്ഞാൽ എനിക്കറിയില്ല ഒരു സിനിമ എങ്ങനെ ചാർട്ട് ചെയ്യണമെന്നുള്ളത്. ഇന്ന ദിവസം ഇന്നത് എടുക്കാം അതെന്ന് പറഞ്ഞ ചാർട്ട് ഒരു ക്ലറിക്കൽ പ്രോസസ്സാണ്. അത് ഞാൻ പഠിച്ചിട്ടില്ല. ക്ലാപ്പിന്റെ എങ്ങനെയാണ് ക്ലാപ്പിന്റെ പരിപാടി എനിക്കറിയത്തില്ല. എനിക്കറിയാവുന്ന ക്യാമറ അറിയാം, ലെൻസിങ് എന്താണെന്ന് അറിയാം, എനിക്ക് എഡിറ്റിംഗ് എന്താണെന്ന് അറിയാം, എനിക്കൊരു സീൻ എങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്ന് അറിയാം, ആർട്ടിസ്റ്റിനെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കാൻ അറിയാം. ഇതൊക്കെയാണ് നമുക്ക് അറിയാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ അതിൽ കുറെ കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തു, സംവിധാനത്തിൽ തന്നെ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്തു മാത്രമേ ഉള്ളൂ. ജിസ് ജോയി എന്ന ലിറിസിസ്റ്റ് അണ്ടർ റേറ്റഡ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ? എന്നുവെച്ചാൽ എഴുതിയ പാട്ടുകളെല്ലാം ഹിറ്റുകളാണ്, പക്ഷെ പലർക്കും അറിയില്ല അത് ജിസ് ജോയി എഴുതിയത്. ഞാൻ ആ രീതിയിൽ അത് കറക്റ്റാ. പക്ഷെ ആ രീതിയിലുള്ള PR വർക്ക് ഞാൻ ചെയ്തിട്ടില്ല. ആ രീതിയിലുള്ള പലപ്പോഴും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഭയങ്കര അറിയപ്പെടുന്ന ഒരു ജേർണലിസ്റ്റ് ഈ പറയുന്ന മഴപാടും കുളിരായും ഒരു നോക്ക് കാണുവാനും ഒക്കെ ഞാൻ എഴുതിയെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അദ്ദേഹം ഇപ്പൊ ഈ സിനിമയിലെ പാട്ട് നിങ്ങളാണല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാ സിനിമയിലെ പാട്ടും ഞാനാണ്. അപ്പോൾ ചോദിച്ചാൽ വിജയ് സൂപ്പറിലെ പാട്ട്, ഞാൻ എല്ലാ പാട്ടും അത് നമ്മൾ ആ രീതിയിൽ അതിനെ എന്താ പറയാ, അത്തരത്തിലുള്ള ഇപ്പൊ പല കാര്യങ്ങളും ഇന്റർവ്യൂസ് എന്നൊക്കെ അല്ല അറിയുന്നത്. അപ്പൊ ആ ലിറിക് റൈറ്റർ എന്നുള്ള രീതിയിലുള്ള ഇന്റർവ്യൂസ് ഒന്നും ഇതുവരെ നടന്നിട്ടില്ല. അതാണ് കാര്യം. കാരണം 37-38 പാട്ട് എഴുതിയിട്ടുണ്ട് എന്റെ സിനിമയിലും മറ്റുള്ള സിനിമകളിലുമായിട്ട്. പക്ഷെ ആ രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ മറ്റേ പ്രിൻസ് ജോർജ് എന്നൊരു മ്യൂസിക് ഡയറക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തു, പക്ഷെ എല്ലാ പാട്ടുകളും ഹിറ്റ് ആയിരുന്നു. അല്ല, പ്രിൻസ് ജോർജ് എന്റെ വിജയ് സൂപ്പർ പൗർണമിയാണ് ആദ്യം. എല്ലാ പാട്ടും ഹിറ്റായിരുന്നു. അല്ല, ഞാൻ ചോദിച്ചില്ലേ, ഇപ്പൊ പല ആൾക്കാരും നമ്മുടെ അടുത്ത് മ്യൂസിക് ഡയറക്ടർ ആവാനും ഒക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അഭിനയിക്കാനും വേണ്ടിയിട്ടൊക്കെ ചാൻസ് അന്വേഷിച്ച് എന്റെ അടുത്ത് മാത്രമല്ല ഒരുപാട് സംവിധായകരുടെ അടുത്ത് വരുന്നുണ്ടാവും. അതില് ശരിക്കും ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയാമോ? വെറുതെ ചാൻസ് കഴിക്കുന്നതിന് പകരം എന്തെങ്കിലും ഒരു സാധനം വെറുതെ മൊബൈലിൽ, നിങ്ങൾ ഒരു ആക്ടർ ആണെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഷൂട്ട് ചെയ്യാന്ന് വെച്ചു, ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റുള്ള ഒരു കഥ ഷൂട്ട് ചെയ്തു. അപ്പൊ നിങ്ങളാണ് അഭിനയിക്കുന്നത്, നിങ്ങൾ തന്നെ അഭിനയിച്ചു, നിങ്ങളുടെ കൂട്ടുകാരൻ ഷൂട്ട് ചെയ്ത് തന്നു. അതൊരു ഡയറക്ടറെ കൊണ്ട് കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇയാൾ അഭിനയിച്ച എങ്ങനെയുണ്ടാവും. ഇതുപോലെയായിരുന്നു പ്രിൻസ് ജോർജ് എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ എന്നെ തേടി വന്നത്. ഞാനൊരു പരസ്യം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സ്റ്റുഡിയോയിൽ വന്നിട്ട്, സർ ഫ്രീ ആണോ, ഒരു 10 മിനിറ്റ് തരാമോ? തരാമല്ലോ, പിന്നെന്താ, എന്തായിരുന്നു, എൻ്റെ കയ്യിൽ കുറച്ച് ട്യൂൺസ് ഉണ്ട് സാർ. ഓക്കെ, പുള്ളി മാറിയിരുന്നു, ഒരു ലാപ്ടോപ്പ് എടുത്തു, സെറ്റ് ചെയ്തു, ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്തു, ഇയർഫോണോട് തന്നെ തള്ളി വെച്ച് തന്നു. സാറേ ഒരു മെലോഡി പ്ലേ ചെയ്യാണ്. മെലോഡി പ്ലേ ചെയ്യുക വെരി പ്രൊഫഷണൽ അല്ലേ, വെറുതെ ചാൻസ് വയ്ക്കുന്നതിന് പകരം അവൻ ചെയ്ത മ്യൂസിക് നമ്മളെ കൊണ്ട് കേൾപ്പിക്കുക. അപ്പോൾ ഞാൻ ഈ പാട്ടായിട്ട് ഞെട്ടിപ്പോയി. ഗംഭീര മെലഡി, അവൻ തന്നെ വരികൾ എഴുതി, അവൻ തന്നെ പാടിയെന്ന്. അപ്പൊ നമ്മൾ ഇനി വേറെ പാട്ടുണ്ടോ? ഇപ്പൊ സാർ ഇഷ്ടംപോലെ പാട്ടുണ്ട്, ഒരെണ്ണം കൂടെ കേൾപ്പിക്കാം, സാർ തിരക്കിലാണല്ലോ, അടുത്ത പാട്ട് കേൾപ്പിച്ചു. 2 പാട്ടും ഗംഭീരം. അപ്പൊ ഞാൻ വിജയ് സൂപ്പർ പൗർണമി തുടങ്ങാൻ പോവാ, ഇനി ഒരു 3 മാസം കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങും. അപ്പൊ ഞാൻ ആലോചിച്ചെന്തറിയോ, ഇവനെ ഉറപ്പായിട്ട് ഈ പടം ഏൽപ്പിക്കാം, ഇവനത് വലിയ സർപ്രൈസ് ആയിരിക്കും. ഇവൻ ചാൻസ് അന്വേഷിച്ച് വന്നവനെ പിടിച്ച് നമ്മള് സിനിമ മ്യൂസിക് ഡയറക്ടർ ആക്കാൻ പോവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ മനസ്സിൽ ഫാസിലിറ്റീസ് നിങ്ങളെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു, ബാക്കി നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞവൻ. അപ്പൊ അവന് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അവൻ പോയി. അപ്പൊ എന്റെ മനസ്സിലുള്ള ധൈര്യം എന്താണെന്നറിയോ, ഇനിയിപ്പോ ഞാൻ വിജയ് സൂപ്പറും പൗർണമിയുടെയും പാട്ടിന്റെ പശ്ചാത്തലം പറഞ്ഞു കൊടുത്തിട്ട് അവന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഈ കേൾപ്പിച്ച 2 പാട്ട് എനിക്ക് എനിക്ക് ഓക്കെയാണ്. യൂസ് ചെയ്യേണ്ട വന്നില്ല, അല്ലാതെ തന്നെ ഇഷ്ടംപോലെ ട്യൂൺസ് ഉള്ള ആളാണ്. ഭയങ്കര മെലഡി കിങ് ആണ് അദ്ദേഹം, ഭയങ്കര ഇഷ്ടംപോലെ നല്ല ട്യൂണുള്ള ആളാണ്.
ഇപ്പോ പ്രിൻസിന്റെ കുറച്ച് നാളിന് ശേഷം വരുന്നൊരു പടമാണ് ഇപ്പോ നമ്പർ 1 പ്രിൻസസ് സ്ട്രീറ്റ്. നല്ല കുറെ പാട്ടുകളുണ്ട്. അതേപോലെ തന്നെ ജിസ്റ്റോയുടെ എല്ലാ സിനിമകളും ഒരു പഴയ പാട്ട് റീമാസ്റ്റർ ചെയ്തിട്ട് ഒരു തുടക്കം. പക്ഷെ അത് ഞാൻ ഇടയ്ക്ക് വെച്ച് വിട്ടായിരുന്നു. കാരണം വരുന്നവര് പോകുന്നവരൊക്കെ ഇത് ഏറ്റെടുക്കാൻ തുടങ്ങി. ബൈസിക്കൽ തീവ്സില് ലളിത ചേച്ചി ആസിഫിനോട് പാടാൻ പറയുമ്പോൾ തന്റെ അമ്മയെ കുറിച്ചുള്ള ഓർമ്മയായിട്ടാണ് 1000 കണ്ണുമായുള്ള പാട്ട് പാടുന്നത്. അതിനെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നില്ല. അമ്മ പകുതി മുതലേ ഈ പാട്ട് പാടാറുള്ളൂ. കൃത്യമായ ബാഡായിട്ട് പറഞ്ഞിട്ടാണ് അത് ചെയ്യുന്നത്. രണ്ടാമത് സൺഡേ ഹോളിഡേ വന്നപ്പോ ഇയാള് നമ്മുടെ സിദ്ദിഖിക്ക അദ്ദേഹത്തിന്റെ ഭയങ്കര ഒരു കടല് പോലത്തെ ദുഃഖം പങ്കിട്ട് കഴിയുമ്പോൾ ജോൺസൺ മാസ്റ്ററെ കുറിച്ചൊക്കെ പറയും. ഞാനും ജോൺസണും കൂടിയാണ് അവളെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നത്. അപ്പൊ ജോൺസൺ മാസ്റ്റർ വിഷയത്തിലേക്ക് വന്നു. ജോൺസന്റെ ഒരു പാട്ട് പാടാം. അത് നമ്മുടെ കണ്ണിൽ പോകുന്ന കഴുത്തിലൂടെ വരുന്നത് നമ്മൾ ഡെലിബറേറ്റ്ലി ചെയ്യുന്ന കേട്ടോ. അത് എഴുതി വരുമ്പോൾ അങ്ങനെ സംഭവിക്കുന്ന. വിജയ് സൂപ്രം പൗർണമിയിലും ഈ നമ്മുടെ ഈ കോഫി ഷോപ്പിന്റെ പ്രത്യേകത തന്നെ ആർക്ക് വേണമെങ്കിൽ അവിടെ ഒന്ന് പാട്ട് പാടാന്നുള്ളതാണ്.